ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പയ്ക്ക തോരനാണ്. അപ്പം നമുക്ക് കയ്പ്പില്ലാത്ത രീതിയിൽ എങ്ങനെ കൈപ്പയ്ക്ക തോരൻ ഉണ്ടാക്കാൻ നോക്കാം. കൈപ്പയ്ക്ക തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കൈപ്പയ്ക്കത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 4 കൈപ്പയ്ക്കാണ് എടുത്തേക്കുന്നത്. 4 കൈപ്പയ്ക്ക എടുത്തെങ്കിൽ കുറേ ഒന്നുമില്ല, കുഞ്ഞു ചെറിയ ചെറിയ കൈപ്പയ്ക്ക കാരണമാണ് 4 എണ്ണം എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ 2 ചെറിയ സബോള നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 6 പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലും വെച്ചിട്ടുണ്ട് കേട്ടോ. കൈപ്പയ്ക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടട്ടെ. കടുക് എല്ലാതും പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സബോളയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. സബോളയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് വാടി വരണത്. സബോളയ്ക്കും പെട്ടെന്ന് പാടാനായിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് അധികം കൂട്ടാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ സബോളയ്ക്ക് വാടി തുടങ്ങിയിട്ടാ. അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ അവിടേക്ക് നല്ല മഴയാണെന്ന് വിചാരിക്കുന്നത്. മഴ എന്ന് പറഞ്ഞാൽ പോരോ, 1-1.5 മഴ തന്നെയാണ്. അപ്പോൾ ഞാൻ സബോളയ്ക്ക് വാടിയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കയ്പ്പയ്ക്ക് ഇട്ട് കൊടുക്കാം. കൈപ്പയ്ക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ സബോളയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ ആയിട്ട് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. നന്നായി നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം അപ്പം എല്ലാ കൂട്ടാനിലും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം എന്തെങ്കിലും വല്ല വിഷത്തിൻ്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ തന്നെ ഇതിൽ ഉപ്പും എന്ന് പറയാം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിക്കായിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ഒരു വെള്ളം നമ്മൾ ചേർക്കണില്ല. ഇതിൽ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ തന്നെ കയ്പ്പയ്ക്കയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളിത് ചെറിയ തീയിൽ ആവിയിൽ വേണം വേവാനായിട്ട്. അപ്പം ചെറിയ തീയിലാണ് നമ്മൾ വെച്ചേക്കണത്. അപ്പം നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. നമുക്ക് കയ്പ്പയ്ക്ക എന്തായതൊക്കെ നോക്കാം കേട്ടോ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് മൂടിയൊക്കെ ഒന്ന് തുറന്ന് വെക്കാം. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ വെള്ളം അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ നമ്മളൊന്നും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ നോക്കണം. ഉപ്പ് പോരെങ്കിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ നമുക്കൊരു 10 മിനിറ്റും കൂടി ചെറിയ തീയിൽ തന്നെ വേവിക്കാം. കുറച്ച് ഉപ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കുറച്ച് പൊടിയുപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം ഒരു തുണ്ടന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എടുത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്നും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. നമുക്ക് കയ്പ്പയ്ക്ക വീണ്ടും എന്തായി നോക്കുന്നു നോക്കാട്ടോ. അപ്പൊ നമ്മൾ മൂടിക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കയ്പ്പയ്ക്ക വെന്തോന്ന് നോക്കാട്ടോ. നമ്മുടെ കയ്പ്പയ്ക്ക നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളമുണ്ട്. അപ്പൊ നമുക്ക് വെള്ളം ഒക്കെ ഒന്ന് വറ്റാനായിട്ട് നമുക്ക് തുറന്ന് വെക്കാട്ടോ. നമ്മുടെ കയ്പ്പയ്ക്ക തോരൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയ്പ്പയ്ക്ക തോരൻ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റൗവൊക്കെ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. കയ്പ്പയ്ക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കും. എനിക്ക് ആദ്യമൊന്നും കയ്പ്പയ്ക്ക് ഇഷ്ടമുണ്ടാകുന്നില്ല. ഇപ്പം ഞാൻ കഴിച്ചു തുടങ്ങിയതാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറഞ്ഞേക്കാം.